ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ തന്നെയാണ്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചെറിയ കുക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ കുക്കർ വെച്ചു. കുക്കർ ഒന്ന് ചൂടായതിന് ശേഷം ആവശ്യത്തിന് കോക്കനട്ട് ഓയിലും പിന്നെ കടുക് പൊട്ടിച്ചു. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ കറിവേപ്പില, വേണ്ട ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ചേർക്കുകയാണ്. കറിവേപ്പില, അതുപോലെ തന്നെ ഗാർലിക്ക് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് ഒരു 5-6 എണ്ണം ഇടുകയാണ്. പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അങ്ങനെ ഓരോന്ന് ഐറ്റംസ് ഇടുകയാണ്. ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള തട്ടിക്കൂട്ട് വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ കുക്കറിൽ വെച്ച് തന്നെ താളിച്ചിട്ട് കുക്കറിൽ വെച്ച് തന്നെ ചെയ്തെടുക്കുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ്. ഞാൻ പറയുകയാണ് ഇത് എൻ്റെ ഒരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ കുറുമയാണ്. കാര്യം എന്താ വെച്ചാൽ നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്. അപ്പോൾ ഇക്കാക്ക് ഓഫീസിലൊക്കെ പോകാറായി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റെഡിയാക്കിക്കൊണ്ട് നിൽക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുക്കറിലേക്ക് ഡയറക്റ്റ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എല്ലാം ഇതിൽ വെച്ച് തന്നെ വഴട്ടുകയാണ്. അപ്പോൾ തക്കാളി ചേർത്തു, ഒരു തക്കാളി ചേർത്തു. പിന്നെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത പൊട്ടറ്റോയും ഒരു 2-3 പൊട്ടറ്റോയും അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റും ഒക്കെ ചേർത്തു. ഇതിലേക്ക് നമുക്ക് വെജീസായിട്ട് ഇനിയും ഐറ്റംസ് ഒക്കെ ചേർക്കാം. അതായത് ബീൻസും ഗ്രീൻ പീസും എന്ത് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാൻ ഇവിടെ ഗ്രീൻ പീസ് ചേർക്കുന്നത് ഇക്കാക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ബീൻസ് എൻ്റെ കയ്യിൽ ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് എൻ്റെ ഈ വെജിറ്റബിൾ കുറുമയിലേക്ക് ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റും അതുപോലെ തന്നെ ഓണിയൻസും പിന്നെ തക്കാളി, ടൊമാറ്റോ ഇത്രേ ചേർക്കുന്നുള്ളൂ. കാരണം ഇതാണ് നമുക്ക് കൂടുതൽ എടുത്ത് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തു. അതിനുശേഷം ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പെരിഞ്ജീരകപ്പൊടി, ഇത്രയും ഐറ്റംസാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് പെപ്പർ പൗഡർ, നമുക്ക് കുറുമ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പെപ്പർ പൗഡർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ കുറുമയിൽ പെപ്പർ പൗഡർ ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഗ്രീൻ ചില്ലി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കട്ടെ. അപ്പം കുറുമയെന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു 2-3 വിസിലൊക്കെ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾക്ക് ചായക്കുള്ള പരിപാടിയൊക്കെ നമ്മൾ നോക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കുറുമയിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് തേങ്ങ, അപ്പോൾ ഒരു പിടി പച്ച തേങ്ങ, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് നന്നായിട്ട് സെറ്റായിട്ട് ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഒരു പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കടുകൊക്കെ പൊട്ടിച്ച് വന്നതുകൊണ്ട് തന്നെ നമുക്ക് താളിച്ചൂട്ടൽ പരിപാടികളൊന്നുമില്ല. ഇനി തേങ്ങ നമ്മൾ അരച്ച മഞ്ഞളും ഉപ്പും ചേർത്ത് അരച്ച ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തു. ഇനി തിളയ്ക്കരുത്, ഒന്ന് ചൂടായതിന് ശേഷം ഓഫാക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ തട്ടിക്കൂട്ട് സിമ്പിൾ വെജിറ്റബിൾ കുറുമ. അപ്പോൾ ഞാൻ പ്രത്യേകം തിളയ്ക്കാതെ നോക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ ചേർത്ത ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇപ്പം തന്നെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എക്സ്ട്രീംലി ടേസ്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ചേർത്ത് ഇട്ട് തിളപ്പിക്കുന്ന ടേസ്റ്റും അതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി ഫ്ലെയിം ഓഫാക്കുന്ന ടേസ്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടി റെഡിയാക്കിയ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെജിറ്റബിൾ കുറുമയ്ക്ക് കൂടെ കഴിക്കാനായിട്ട് എടുക്കുന്നത് ഇടിയപ്പമാണ്. അപ്പോൾ സ്റ്റീംഡ് ആയിട്ടുള്ള ഇടിയപ്പം, അതായത് റെഡിമെയ്ഡ് ഇടിയപ്പം നമ്മളൊരു 10 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആകും. അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ചായ എനിക്കും ഇക്കാക്കും വേണ്ടിയിട്ടുള്ള ചായയും റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ചായ ഐറ്റംസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. കപ്പിലേക്ക് ഒരു ഗ്ലാസ് ചായ
നല്ല പതപ്പിച്ച അടിപൊളി ചായ, അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഇതാ ഒരു 1-2 ഇടിയപ്പവും, അതുപോലെ തന്നെ നന്നായിട്ട് കുറുമക്കറി, വെജ് കുറുമ, നന്നായിട്ട് കുറുമയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, കുറുമ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ചപ്പാത്തിയോ അതുപോലെ തന്നെ എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാത്തിനും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എന്താണ് ഉച്ചയ്ക്കുന്ന കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല, പക്ഷേ ചപ്പാത്തിയും ഈ കുറുമ ഇതും എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അത് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ 2 ചൂട് ഇടിയപ്പം, അതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കറിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ച് വെക്കുമ്പോഴത്തേനും ഒന്ന് കുതിരും, അപ്പോൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവും. അപ്പം ഞാൻ ഒരു 3-4 വിസിൽ നമ്മുടെ കുറുമയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3-4 വിസിൽ കേൾപ്പിച്ചിരുന്നു. കൂട്ടി വെച്ചിട്ട് ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ കൂട്ടി വെച്ച് ആദ്യത്തെ വിസിൽ കൂട്ടി വെക്കും, പിന്നീട് അങ്ങ് നമ്മൾ കുറച്ച് വെക്കും. അങ്ങനെയാണ് എൻ്റെ പതിവെന്ന് പറയുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട്, അതുകൊണ്ട് പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തുടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓരോന്നോരോന്നായിട്ട് കിടക്കുന്നതിനേക്കാളും ഒന്ന് വെന്ത് ഉടയുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു. ആ ഒരു തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ താളിച്ച് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കൂടുതൽ സമയമുള്ളവർക്ക് ഡയറക്റ്റ് കുക്കറിൽ ഇതുപോലെ എണ്ണയും കടുകും ഒന്നും പൊട്ടിച്ച് ഡയറക്റ്റ് വെക്കാതെ വെജീസ് മാത്രം വേവിക്കുക. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുക, നല്ല കൊച്ചുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ പൊട്ടിച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് താളിച്ച് പിന്നീട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇനിയും ടേസ്റ്റ് കൂട്ടാം. മനസ്സിലായി? ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല, പക്ഷേ ഒരു തട്ടിക്കൂട്ട് വെജ് കുറുമ. അതിനുശേഷം കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ഡ്രാഗൺ ഫ്രൂട്ട്, അപ്പോൾ കുറച്ച് ഡേയ്സായിട്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചിരുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ആയതുകൊണ്ട് ചീത്തയായില്ല, ചീത്ത ആവാൻ ചാൻസ് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഡേയ്സിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളും ചീത്തയായി പോകുന്ന ഫ്രൂട്ട്സുകളൊക്കെയാണ് ആദ്യം എടുത്ത് തീർത്തത്. സ്ട്രോബെറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡ്രാഗൺ ഫ്രൂട്ട്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉള്ളെന്ന് പറയുന്നത് വൈറ്റാണ്. ചിലത് നല്ല പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ ഷെയ്ഡുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അതിനാണ് സ്വീറ്റ് കൂടുതലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കൂടുതൽ ടേസ്റ്റി എന്ന് പറയുന്നത് അകം ആ പിങ്ക് ഷെയ്ഡുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കൂടുതൽ ടേസ്റ്റാണ് കഴിക്കുന്നത്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് അടിപൊളി മധുരമായിരുന്നു. നമ്മൾ സാധാരണ വൈറ്റ് വാങ്ങിച്ചിട്ട് ഒരു പച്ചവെള്ളം ചവയ്ക്കുന്ന വികാരത്തോടു കൂടി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് അടിപൊളി മധുരമുള്ള സൂപ്പറായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു പൂവമ്പഴം. ഇതെന്ന് പറയുന്നത് വളരെ നമ്മുടെ ഞാലിപ്പൂവൻ പഴത്തിൻ്റെയൊക്കെ സൈസിലാണ് ഈ പ്രാവശ്യം പൂവപ്പഴം കിട്ടിയിരിക്കുന്നത്. നല്ല മധുരമായിരുന്നു, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചപ്പാത്തിയും വെജ് കുറുമ ഒക്കെ എടുക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ സാറയ്ക്ക് കുറേ ദിവസമായിട്ട് സാറ പറയുകയാണ്, സാറയുടെ ഫേവറേറ്റാണ് SS ബക്കറ്റ് ബിരിയാണി എന്ന് പറയുന്നത്. ഇത് തമിഴ്നാട് ബിരിയാണി, എന്താ സ്പൈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള തമിഴ്നാട് മോഡൽ ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ബ്രിഞ്ചാൾ കറി, കത്രിക്ക കുഴമ്പെന്നൊക്കെ പറയും. പിന്നെ നമുക്ക് റൈത്ത കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ സ്വീറ്റായിട്ട് നമുക്ക് ഗുലാബ് ജാം. നമ്മൾ 2 പേരുടെ മീലാണ് വാങ്ങിച്ചത്. പക്ഷേ 2 പേരുടെ മീലാണെങ്കിൽ നമുക്കൊരു 5 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. കാര്യം ബക്കറ്റ് ബിരിയാണിയാണ്, അപ്പോൾ ബക്കറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ 8 പേരുടെ മീലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 പേർക്ക് കഴിക്കാം. ഇത് നമ്മൾ 2 പേരുടെ മീലാണ്. 2 പേരുടെ മീലെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസത്തേന് വെച്ച് കഴിക്കാനുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി വൈസ് നമ്മൾ കുറച്ചല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഗുലാബ് ജാം എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു ഐറ്റമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്താണേലും സാറയ്ക്ക് കുറച്ച് ദിവസമായിട്ട് കൊച്ചു പറയുന്നുണ്ടായിരുന്നു SS ബക്കറ്റ് ബിരിയാണി വേണമെന്ന്, അവളുടെ ഫേവറേറ്റാണ്. അപ്പോൾ എന്താണേലും ഇന്ന് അത് വാങ്ങിച്ചു. അപ്പോൾ സാറയ്ക്കും ഇക്കായ്ക്കും ഒക്കെ കഴിക്കാനുള്ളത് എടുത്തു കൊടുത്തു. അതിനുശേഷം ഞാനതാ കുറച്ച് ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ പീസ്, ഒരു ബോയിൽഡ് എഗ്ഗ്, പിന്നെ കുറച്ച് റൈത്ത, അതുപോലെ തന്നെ കുറച്ച് കത്രിക്ക കുഴമ്പ് എല്ലാം കൂടെ ചേർത്തിട്ട്
അതിൻ്റേതായ രീതിയിൽ തനതായ രീതിയിൽ എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കാൻ പോവാണ്. സാറായ്ക്കൊക്കെ ആകുമ്പോൾ ആ കേട് അതുപോലെ തന്നെ ചിക്കൻ പീസ് ഒന്നും വലിയ താല്പര്യമില്ല അവൾക്ക്. എന്താ പറയുക, ഇതിലത്തെ സൈഡ് ഒന്നും സാറ ശരിക്കും കഴിക്കുന്നത് ആ ഒരു റൈസും അതുപോലെ തന്നെ ആ ഒരു ബ്രിഞ്ചാൾ കറിയും മാത്രം വെച്ചിട്ടാണ് അവൾ കഴിക്കുന്നത്. അവൾക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു മൈൽഡ് സ്പൈസ്, പിന്നെ ഇവരുടെ എന്തോ സീക്രട്ട് മസാലാസൊക്കെയാണ് നമുക്ക് കഴിക്കുമ്പോഴത്തേനും. നമ്മളിപ്പോൾ ഇത് കണ്ടിട്ട് ഈ ഒരു ബിരിയാണി വെക്കുക എന്ന് പറയുമ്പോൾ ടേസ്റ്റ് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇവരുടെ എന്തൊക്കെയോ സീക്രട്ട് മസാലാസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സീക്രട്ട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം കാരണം നമുക്ക് ഈ സെയിം രീതിയിൽ ടേസ്റ്റ് കിട്ടാറില്ല. ഇതെന്ന് പറയുന്നത് SS ബക്കറ്റ് ബിരിയാണിയാണ്, തമിഴ്നാട് ടൈപ്പ് ബിരിയാണി. അപ്പോൾ ഈ SS കഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഭായ്ക്കട ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൈപ്പ് ബിരിയാണി കഴിച്ചു. പക്ഷേ അതിലും ഭയങ്കര ടേസ്റ്റ് കൂടുതൽ, അതിലും ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ SS ബക്കറ്റ് ബിരിയാണിയാണ്. അപ്പോൾ ഭായ്ക്കട ബിരിയാണി എന്ന് പറയുന്നതും ബക്കറ്റ് ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ തൊട്ടടുത്തൊക്കെ ഇത് ഈസിലി അവൈലബിളാണ്. അപ്പോൾ ഭായ്ക്കട ബിരിയാണി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കരാമയിൽ അവൈലബിൾ ആണ്. കിസൈസിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇതിൻ്റെ ഫാൻസാണ്, SS ബക്കറ്റ് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ദിവസം കഴിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റാണ്. നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ആവിയൊക്കെ കയറ്റി കഴിക്കുമല്ലോ, ബിരിയാണികളൊക്കെ മൊത്തത്തിൽ അങ്ങനെയാണല്ലോ. ആ ദിവസം കഴിക്കുന്നതിലും ടേസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ദിവസം ആവി കയറ്റി കഴിക്കുമ്പോൾ ബിരിയാണി എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്വാദാണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച്. അതിനുശേഷം 2 പേരുടെ മീലായിരുന്നല്ലോ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഗുലാബ് ജാം. അപ്പോൾ ഗുലാബ് ജാം ഞാൻ ചെറുതായിട്ടൊന്ന് കഴിച്ച് നോക്കുകയാണ്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. മൗത്ത് വാട്ടറിങ് ആണ്, വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാം എന്ന് പറയുന്നത് നമ്മൾ ബേക്കറികളിലോ വേറെ സെപ്പറേറ്റ് ഗുലാബ് ജാം വാങ്ങിക്കാൻ പോകുമ്പോഴൊന്നും കിട്ടാറില്ല. ഇതിൻ്റെ കൂടെ കിട്ടുന്ന എന്ന് പറയുന്നത് ഒരു അത്രയ്ക്ക് ടേസ്റ്റി സ്പെഷ്യലാണ്. അതിനുശേഷം ചോറൊക്കെ ഉണ്ടതിന് ശേഷം എന്തെങ്കിലും കുറിക്കണമല്ലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ പീസ്, ഉച്ചസമയമല്ല, ഒരു ഈവനിങ്ങിനൊക്കെ ആയപ്പോഴത്തേനും ചായ പ്രത്യേകിച്ച് വെച്ചില്ല. കാര്യം ചായ വേണ്ടെന്ന് തോന്നി. അതിനുശേഷം കുറച്ച് നഗ്ഗറ്റ്സ് പൊരിച്ചെടുത്തു. അപ്പം നഗ്ഗറ്റ്സ് കഴിച്ചു. അതിനുശേഷം ബട്ടർ കുക്കീസ്. അപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേനും നമുക്ക് ചെറുതായിട്ടൊന്ന് വിശക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറിക്കലും കഴിക്കലും ഒക്കെ ആയിട്ട് അങ്ങ് ഇരിക്കും. ചായ എന്ന് പറയുന്നത് രാവിലെയാണ് കൂടുതലും ചായ ഒരു ഗ്ലാസ് നിർബന്ധം. ഈവനിങ് എന്ന് പറയുന്നത് ചായ അത്ര നിർബന്ധമല്ല, ഇക്കാക്ക് വേണം എന്ന് പറയുന്ന ദിവസങ്ങളിൽ വെക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ രാത്രി നമ്മുടെ ഡിന്നർ ടൈമായി. ഡിന്നറിന് കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് വളരെ ചൂട് ഉപ്പുമാവ്, അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ചൂട് ഉപ്പുമാവും അതുപോലെ തന്നെ റോബസ്റ്റ പഴവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ലൈറ്റായിട്ടുള്ള ഒരു സിമ്പിൾ ഡിന്നറായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഗീയും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും ഒക്കെ ചേർത്തിട്ട് നല്ല താളിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഇട്ട നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ്. എനിക്ക് ഉപ്പുമാവ് എന്ന് പറയുന്നത് കൊച്ചിലെ ഒന്നും ഉപ്പുമാവ് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. അത് അമ്മച്ചി ഉണ്ടാക്കി തരുന്ന ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്തോ ഉപ്പുമാവ് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഉപ്പുമാവിനെയും പുട്ടിനെയും ഒക്കെ സ്നേഹിച്ചു തുടങ്ങി. പണ്ടിങ്ങനെ നമുക്ക് അമ്മമാരിങ്ങനെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അവർ ബ്രേക്ക് എടുക്കാൻ വേണ്ടി അവർ സിമ്പിളായിട്ടൊരു പുട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിനോടൊക്കെ ഒരു മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാത്തിനും ടേസ്റ്റ് തോന്നി തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. താങ്ക് യു.